ഇപ്പോൾ അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രൻ്റെ വീട്ടിലേക്ക് നടൻ മമ്മൂട്ടി എത്തുകയാണ്. തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉള്ളത്. രാവിലെ സംഗീതനാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് ശേഷം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരുന്നു. ഇപ്പോൾ നടൻ മമ്മൂട്ടി ഒപ്പം രമേശ് പിഷാരടിയും സംവിധായകൻ ലാൽ ജോസിനെയും ഒക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. പ്രിയപ്പെട്ട ഗായകന് സാംസ്കാരിക കേരളം വിട ചൊല്ലുകയാണ്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തിയത്. ശ്രീകുമാരൻ തമ്പിയും കഥകളി ആചാര്യൻ ഗോപിയാശാനും അടക്കമുള്ളവർ ഇന്ന് വീട്ടിലെത്തിയിരുന്നു. പിന്നീട് ആയിരങ്ങളാണ് റീജിയണൽ തിയേറ്ററിൽ സംഗീതനാടക അക്കാദമിയുടെ ഹാളിൽ അന്തിമോപചാരം അർപ്പിച്ചത്. ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിൽ അദ്ദേഹം ഏറെ വർഷങ്ങളായി ജീവിച്ചിരുന്ന പൂങ്കുന്നം, അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേരുള്ള പൂങ്കുന്നത്താണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ളത്. നാളെ പാലിയം തറവാട്ടിലാണ്, അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ ചേന്നമംഗലത്താണ് സംസ്കാരം നടക്കുക. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് സംസ്കാരം. ഇപ്പോൾ നടൻ മമ്മൂട്ടി പൂങ്കുന്നത്തെ വീട്ടിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് പ്രിയ ഗായകൻ്റെ വിയോഗ വാർത്ത നമ്മളെ തേടിയെത്തിയത്. അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തെ അനുസ്മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാതെ കടന്നു പോകുന്ന ഒരു ദിവസമില്ല എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്, മലയാളി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. നിരവധി ആളുകൾ ഇന്ന് തൃശ്ശൂരിലെത്തിയിരുന്നു. ഇന്നലെ അമല ആശുപത്രിയിൽ ഉൾപ്പെടെ ഈ മരണവാർത്ത അറിഞ്ഞ സമയം തന്നെ നിരവധി ആളുകൾ അങ്ങോട്ടേക്കെത്തി. അതിനുശേഷം ഇന്ന് തൃശ്ശൂരിലെ പൊതുദർശനത്തിലും സംഗീത മേഖലയിൽ നിന്നുള്ളവർ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ, രാഷ്ട്രീയ സിനിമാ രംഗത്തു നിന്നുള്ളവർ, അങ്ങനെ ജയചന്ദ്രനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തിൻ്റെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിലാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്. ജന്മം കൊണ്ട് എറണാകുളംകാരനെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഇരിങ്ങാലക്കുടയിലും പൂങ്കുന്നത്തുമായി ഒരു തൃശ്ശൂരുകാരനായി ജീവിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ അത്രയേറെ ആത്മബന്ധമുള്ള ഇടങ്ങളാണ് ഇരിങ്ങാലക്കുടയും പൂങ്കുന്നവും. പ്രത്യേകിച്ചും തൃശ്ശൂരിലെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ നടൻ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പൂങ്കുന്നത്തെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ച ശേഷം പുറത്തേക്ക് വരികയാണ്. സൂരജ് ചേരുന്നുണ്ട്. സൂരജ്, മമ്മൂട്ടിയുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം നടൻ മമ്മൂട്ടി ഇപ്പോൾ മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പൂങ്കുന്നത്തെ വീട്ടിലെത്തിയാണ് അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ചത്. ഇപ്പോൾ അവിടെ നിന്ന് മമ്മൂട്ടി മടങ്ങുകയാണ്. നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. പൂങ്കുന്നത്തെ വീട്ടിലേക്ക് പി ജയചന്ദ്രന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ച ശേഷം മമ്മൂട്ടി മടങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നടൻ പിഷാരടി അടക്കം മമ്മൂട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു. അല്പം മുമ്പാണ് വീട്ടിലേക്കെത്തി മമ്മൂട്ടി അന്തിമോപചാരം അർപ്പിച്ചത്. നടൻ പിഷാരടി അടക്കം ഉണ്ടായിരുന്നു. ബിജു മേനോൻ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് മമ്മൂട്ടി ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചത്. പക്ഷേ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ കുടുംബാംഗങ്ങളോട് അടക്കം മമ്മൂട്ടി സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ദൃശ്യത്തിൽ കാണുന്നത്. വീട്ടിലെത്തി അദ്ദേഹം പി ജയചന്ദ്രൻ അന്തിമോപചാരം അർപ്പിക്കുന്നു. അതിനുശേഷം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ദുഃഖം പങ്കുവയ്ക്കുകയും ചെയ്തതിന് ശേഷമാണ് മമ്മൂട്ടി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം നടൻ പിഷാരടി അടക്കമുണ്ടായിരുന്നു. ഇന്ന് നിരവധി പ്രമുഖർ രാവിലെ തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഈ ടൗൺ ഹാളിലെ സംഗീതനാടക അക്കാദമിയിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഈ മൃതദേഹം ഈ വീട്ടിലേക്ക് മടക്കി എത്തിച്ചത്. ആ സമയത്താണ് ഇപ്പോൾ മമ്മൂട്ടി എത്തി അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നത്. ഗൂഗിൾ ശരി. പ്രിയ ഗായകൻ പി ജയചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയതായിരുന്നു നടൻ മമ്മൂട്ടി. ഒപ്പം രമേശ് പിഷാരടിയും ലാൽ ജോസും ഗായകൻ സുദീപും അടക്കമുള്ളവരെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. നിരവധി ആളുകളാണ് ഇപ്പോഴും തൃശ്ശൂരിലേക്ക് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് പൊതുദർശനം തുടരുന്ന സാഹചര്യത്തിൽ അവിടെ എത്തി തങ്ങളുടെ പ്രിയപ്പെട്ട ശബ്ദത്തെ, പ്രിയപ്പെട്ട ഗായകനെ
ഓർക്കുന്നത്, അനുസ്മരിക്കുന്നത്, അന്തിമോപചാരം അർപ്പിക്കുന്നത്.